ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 31 ചൊവ്വാഴ്ചയാണ്. ഇന്ന് ശ്രീ മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് NSEയും BSEയും ക്ലോസ്ഡ് ആയിരിക്കും. വ്യാപാരം ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് കൂടിയാണ്. അതുകൊണ്ട് ഈ FY26 നിഫ്റ്റിയുടെ പ്രകടനം എത്തരത്തിലായിരുന്നു എന്നൊന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ഫിനാൻഷ്യൽ ഇയർ 2026 ഏകദേശം 5% ഇടിഞ്ഞത്. സെക്ടറുകൾ തന്നെ കൂടുതൽ ഇടിഞ്ഞത് നിഫ്റ്റി റിയാലിറ്റി ആയിരുന്നു, 23%. നിഫ്റ്റി IT 20% ഇടിവുണ്ടാക്കി. നിഫ്റ്റി FMCG 13% ഇടിവുമാണ് ഫിനാൻഷ്യൽ ഇയർ 2026 ഉണ്ടാക്കിയത്. ഇനി അതിൽ ടോപ്പ് ഗെയിനേഴ്സായി മാറിയ സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി PSU ബാങ്ക് 32% ഉയർന്നു. മെറ്റൽ ഇൻഡെക്സ് 23% നേട്ടമുണ്ടാക്കി. ഓട്ടോ ഇൻഡെക്സ് 14% ഉയർന്നു. ഇനി ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്കും S&P 500 ഇടിയുകയുണ്ടായി. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. FTSE 1.5% മുകളിൽ ഉയർന്നു. ഡാക്സ് 1.16% നേട്ടവും CAC 1% അടുത്ത് നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ കോസ്പി മാർക്കറ്റ് 2% അടുത്ത് ഇടിവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.18% ഇടിവിലും ഹോങ്കോങ് മാർക്കറ്റ് 0.34% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇനി യുദ്ധത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ 5ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ എണ്ണ കൈവശപ്പെടുത്താൻ കഴിയും എന്നാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർജ് ഐലൻഡ് പിടിച്ചെടുക്കാനും കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഇതോടുകൂടിയാണ് ഇന്നലെ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $115 മുകളിലായിട്ട് ഉയർന്നത്. ഇതോടുകൂടി ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇടിയുകയുണ്ടായി. ഇതോടുകൂടി രൂപ റെക്കോർഡ് ലോ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഡോളറിനെതിരെ 95.22 എന്ന നിലയിലാണ് ഡോളർ ഇന്നലെ ഒരു ലോ ലെവൽ ഹിറ്റ് ചെയ്തിരുന്നത്. ഇന്ന് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1% ഇടിവിലാണ്, $111 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നലെ സ്പോട്ട് ഗോൾഡ് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ 0.5% നേട്ടമാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,09,480 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $67,000 ട്രേഡ് ചെയ്യുന്നു, 2% നേട്ടത്തിലാണ്. ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷനും ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228.